ഓ, അവള് രാവിലെ അവളുടെ പണി തുടങ്ങി. എന്റെ പൊന്നു ഭാര്യയെ രാവിലെ തന്നെ വല്ലോന്റെ കൊതിയും നുണയൊക്കെ വായിച്ചോണ്ടിരിക്കാതെ അടുക്കളയിൽ കയറി എന്തേലും വെച്ചുണ്ടാക്കാൻ നോക്ക്. അതിനവിടെ ദേവയാനി ഉണ്ടല്ലോ. എന്നാ പിന്നെ എല്ലാത്തിനും ദേവയാനി മതിയല്ലോ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? എന്തു വേണമെന്ന് പറഞ്ഞാലും കൊണ്ടുതരാൻ പറ്റുന്ന ഒരാള്. ഇടിയാ പിള്ളേർ രണ്ടും തിരിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നാക്കി വെക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനാ പറഞ്ഞത്. ആര്? വേണു അംബികയോ? പിന്നെ നിന്റെ മരിച്ചുപോയ അയാളെ എന്തിനാ ഇങ്ങനെ പറയിക്കുന്നേ? വേറെ ആരാടി ഇവിടെ പിള്ളേര് പോത്തെ? എടി, ഇത് അവരുടെ മധുവിധു സമയമാ. നമ്മൾ നോക്കിയും കണ്ടും ഒക്കെ പെരുമാറണം. അവരെ കുറച്ച് സമയം ഒറ്റയ്ക്കൊക്കെ വിടണം. രുചിയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എവിടെയും ഒക്കെ യാത്ര പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. എന്റെ ഭഗവാനെ, ആരാ ഈ പറയുന്നത്? അവൾ എന്നെ കൊണ്ട് അത് പറയിപ്പിച്ചേ അടങ്ങൂ. നീ ഇപ്പൊ പറഞ്ഞത് അങ്ങ് ചെയ്താ മതി. അവരെത്ര പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വന്നോ? നീ ചെന്നൊന്ന് നോക്ക്. ഇടി, ആരാടിയത്? ഈ പോത്തിന്റെ വായിലിട്ട തേങ്ങാ പിണ്ണാക്കോ? സിദ്ധാർത്ഥ മോനോ? ഞാൻ വഴക്കിനൊന്നും വന്നതല്ല. ദാ ഇവിടെ നിന്നൊരു കാര്യം പറഞ്ഞങ്ങ് പൊക്കോളാം. അതെന്താ മോനെ, ഞങ്ങളെ കളിയാക്കുകയാണോ? ഞങ്ങളുടെ അമ്പിക മോടെ ഏട്ടനെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? മോനി വാ, അകത്തിരുന്ന് സംസാരിക്കാം. വാ. ഇടി, ചായ എടുത്തോണ്ട് വാ. മോനിരിക്കേ. ഇത് അതുപോലല്ല, റിയൽ ആയിട്ട് പറഞ്ഞതാ. അല്ലെങ്കിലേ ഒരു ചായ മതി. അല്ല, അംബികയില്ലേ ഇവിടെ? അംബിക മോളും വേണുവും കൂടെ പുറത്തു പോയതാ മോനെ. ഇപ്പൊ ഇനി വരും. ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാ. എന്റെ വിവാഹം തീരുമാനിച്ചു. മാനസയാണ് വധു. നന്നായി മോനെ. അല്പം വൈകിയാണെങ്കിലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. ദാ സാർ, സാറ് കുടിക്കേ. ചടങ്ങൊക്കെ ലളിതമായിട്ടേ ഉള്ളൂ. രജിസ്റ്റർ ഓഫീസിൽ വെച്ച വിവാഹം. അച്ഛനും അമ്മയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവണം. അത് കൊള്ളാം. ഞങ്ങൾ വരാതിരിക്കുമോ? ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനല്ലയോ? വേണു അംബികയും വൈകുമെങ്കിൽ ഞാൻ ഇറങ്ങുക. പോയിട്ട് അല്പം തിരക്കുണ്ട്. പിന്നൊരു ദിവസം ഞാൻ അവരെ കണ്ടോളാം. വരുമ്പോ പറഞ്ഞാ മതി. തിരക്കാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ഭഗവാനെ, ഇതുപോലൊരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. സത്യം പറഞ്ഞ കുറെ കാലത്തിന് ശേഷം ഇപ്പോഴാ ഒരു മനഃശാന്തി സുഖമൊക്കെ തോന്നുന്നത്. അതെന്താടി നിനക്ക് അത്രയ്ക്ക് അങ്ങ് സൂചിച്ചത്? എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞില്ലേ? വേണു മാനസയെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ പോലും നമ്മുടെയൊക്കെ ജീവിതത്തിന് ഈ ഒരു വെളിച്ചം കിട്ടില്ലായിരുന്നെന്ന് ഇപ്പൊ തോന്നുക. അതെന്താടി? അപ്പോഴും അംബിക ഒരു കരടായി നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കില്ലേ? അത് പോട്ടേന്ന് വെക്കാം. പക്ഷേ പൂ പോലത്തെ മുഖമുള്ള ആ കുഞ്ഞ്. കേട്ടവളെ, ഇതൊക്കെ ആയിരുന്നു എന്റെ മനസ്സിലിരിപ്പല്ലേ? ഇങ്ങനൊരു സിറ്റുവേഷൻ ഇപ്പൊ ഉണ്ടായത് നന്നായി. അതുകൊണ്ടല്ലേ നിന്റെ മനസ്സിലുള്ളതെല്ലാം ഇപ്പൊ പുറത്തേക്ക് വന്നത്. നീ എന്താടി വിചാരിച്ചത്? അരവിന്ദാക്ഷം വെറും പൊട്ടനാണെന്നോ? കോടികളുടെ തൂക്കമുള്ള മാനസയെ വിട്ടിട്ട് പൂ പോലത്തെ മുഖമെടുത്ത് ഒക്കത്ത് വെക്കുമെന്നോ? അതിന് അരവിന്ദാക്ഷം വേറെ തന്തയ്ക്ക് പറക്കണം. അപ്പോ ഇപ്പൊ പറഞ്ഞതൊക്കെ? ഓ, ഇത്രയും കാലം എന്റെ കൂടെ കഴിഞ്ഞിട്ടും നിനക്കതൊന്നും മനസ്സിലാക്കാനുള്ള വിവരമില്ലാതായി പോയല്ലോടി പോത്തെ. അരവിന്ദാക്ഷൻ പറയുന്നതല്ല പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നതല്ല പറയുക. എന്നാലും ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ കാര്യല്ലേ? കുഞ്ഞോ? നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ച്
ആ മാനസ നമ്മുടെ തലയ്ക്ക് മുകളിൽ കെട്ടിവെച്ച വിഴുപ്പ് എങ്ങനാടി എന്റെ നിന്റെ കുഞ്ഞാകുന്നത്? ഇപ്പോഴും അരവിന്ദേട്ടന്റെ മനസ്സിൽ അതുണ്ടല്ലേ? അതുണ്ടെന്നല്ല, അതേ ഉള്ളൂ. രാത്രി നേരത്ത് നീ പോത്തുപോലെ കിടന്ന് ഉറങ്ങുമ്പോ ഒരു മാത്ര ഉറങ്ങാതെ തള്ളി നിൽക്കുക അരവിന്ദാക്ഷൻ. കണ്ണടച്ചാലും ആ നിമിഷം അരവിന്ദാക്ഷന്റെ മുന്നിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ കോടികൾ തട്ടി തൂയിപ്പോയ ആ ഒരൊറ്റ നിമിഷം വരും. ഇത്രയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ മനുഷ്യ നിങ്ങൾക്ക് അംബികയോടും സിദ്ധാർത്ഥനോടും ഇത്ര സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നേ? അതാടി അരവിന്ദാക്ഷൻ. ചിരിച്ചോണ്ട് കരയും, കരഞ്ഞോണ്ട് ചിരിക്കും. ചിലപ്പോ ചെമ്പരത്തിപ്പൂ എടുത്ത് കാട്ടി ചങ്കാണെന്ന് കൊതിപ്പിക്കും. പക്ഷെ എന്തിന്? കാശ് തന്നെയാണ് ഈ വിഷയം. ഇപ്പോഴീ അരവിന്ദാക്ഷന് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. കാര്യം എന്താണേലും വർക്ക്ഷോപ്പിലും സ്റ്റാർ ഹോട്ടലിലും ഒക്കെ ചൊരിച്ചിട്ട് കുറെ പണം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ചെറുക്കൻ. അത് പക്ഷേ ഇപ്പൊ ഡെഡ് മണിയാ. ഭൂമിക്കും വീടിനുമായിട്ട് ഏതാണ്ട് മുഴുവൻ കാശും ചെലവാക്കി ആ പണത്തിനൊരു അനക്കമില്ലെന്ന് ചുരുക്കം. അതൊന്ന് അനക്കി കിട്ടാനാ അരവിന്ദാക്ഷൻ ഇവിടെ ഇരുന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ട് കൊതിച്ചിട്ട് കാര്യമില്ല അരവിന്ദേട്ടാ. അത് സിദ്ധാർത്ഥൻ സ്വന്തമായിട്ട് സമ്പാദിച്ചല്ലേ, അതെങ്ങനെ നമുക്ക് കിട്ടും? അവിടെയാ നിനക്ക് പിഴച്ചത്. സ്നേഹിക്കുന്നവർക്ക് വേണേൽ ചങ്കു പറിച്ച് ഉള്ളം കൈയിലോട്ട് വെച്ചു കൊടുക്കും ആ ചെറുക്കൻ. പിന്നെ ഉള്ളത് ആ തള്ളയുടെ കാര്യമാ. അമ്പി ഒരു നയത്തിൽ നിന്നങ്ങ് ചോദിച്ചാൽ ആ തള്ളയെ സമ്മതിക്കും. അങ്ങനെ ആ തള്ളയെ സോപ്പിട്ട് കുളിപ്പിച്ച് കിടത്താൻ വേണ്ടിയിട്ടാ ഇപ്പോഴീ അരവിന്ദാക്ഷൻ രണ്ടിനെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, സ്വത്ത് കിട്ടിയാലെങ്കിലും അംബികയോടും കുഞ്ഞിനോടും നിങ്ങൾക്ക് അച്ഛനും മകനും ഉള്ള പക തീരുവോ? എടീ, നീ ചൂണ്ടയിടാൻ പോയിട്ടുണ്ടോ? എവിടുന്ന്? എന്നാ ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഒരു മണ്ണിരയെ ചൂണ്ടയിൽ കൊളുത്തി നമ്മൾ വെള്ളത്തിലോട്ട് അങ്ങിടും. അതേലൊരു ചെറിയ മീൻ വന്ന് കൊത്തും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുപോയി കറി വെക്കും. ആ, ബുദ്ധിയില്ലാത്ത നീ അങ്ങനെ ചെയ്യും. പക്ഷേ ബുദ്ധിയുള്ളവര് ആ ചെറിയ മീനിനെ ചൂണ്ടയെ കൊളുത്തി പിന്നെ വെള്ളത്തിലോട്ട് ഇടും. ആ, അപ്പൊ അതിലൊരു വലിയ മീൻ വന്ന് കൊത്തും. പിന്നെ ആ മീനിനെ കൊണ്ടുപോയി കറി വെക്കും. വലിയ മീനിനെ തിന്നുമ്പോ ആരെങ്കിലും ആ ചെറിയ മീനിനെ കുറിച്ച് ഓർക്കുമോടി? നമ്മുടെ കഥയിൽ ചെറിയ മീനിന്റെ റോള് മാത്രമേ ഉള്ളടി അമ്പിയക്ക്. പക തീരണമെങ്കിൽ പട്ടടയിലേക്ക് എടുക്കണമടി അവളെ. അവൻ ഒറ്റയ്ക്കാണല്ലോ വരുന്നത്. അമ്പികയും കുഞ്ഞും അവിടെ. എന്താടാ? ചതിച്ച സർവ്വതും തകർന്നു. എന്റെ ജീവിതം തൊലഞ്ഞു. എന്താ പറ്റിയെന്ന് നീ പറ. ഞാൻ കെട്ടിയെടുത്തതേ നയാ പൈസയ്ക്ക് വിലയില്ലാത്ത ഒരു ശവത്തെയാ. ഉടുതുണിയും ദേഹത്തിട്ടിരിക്കുന്ന 3-4 ഫാൻസി ഓർണമെന്റ്സും അല്ലാതെ അവൾക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ലാന്ന്. എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞങ്ങൾ ആ കാര്യമല്ലേ സംസാരിച്ചോണ്ടിരുന്നത്. അമ്മയ്ക്ക് എന്തറിയാം? അമ്മ ഒന്നും ഉണ്ടായിരുന്നേ. എന്നാ നീ കാര്യം തെളിച്ചു പറയടാ. അവളുടെ തള്ളയില്ലേ സുമിത്ര, തിന്നു കൊഴുത്തിരുന്നപ്പോ കിളവിക്ക് ജീവകാരുണ്യം കയറി അങ്ങ് പെരുത്തു. കോടികൾ മതിക്കുന്ന ഭൂമിയും വീടും അനാഥാലയത്തിന് എഴുതി കൊടുത്തെന്ന്. നീ ഒന്ന് സമാധാനിക്ക്. നമുക്കത് തിരിച്ചെഴുതി വാങ്ങിക്കാവടാ. എങ്ങനെ തിരിച്ചെഴുതിക്കാനാച്ചാ? മകനായിട്ടുണ്ടാക്കിയതൊക്കെ തന്തയും തള്ളയില്ലാത്ത പിള്ളേർക്ക് തിന്നാനിട്ട് കൊടുത്തിട്ട് അവര് ഹരിദ്വാറിലേക്കോ ഋഷികേശിലേക്കോ എങ്ങോട്ടോ പോയെന്ന്. കിളവിയുടെ ഒരു തീർത്ഥാടനം. എന്തായാലും ഒരു നല്ല കാര്യമല്ലേ മോനെ ചെയ്തത്. കേറി പൊക്കോണകത്തേക്ക്. ഇനി ഒരു അക്ഷരമില്ല വാ തുറക്കരുത്. ഇതൊരുമാതിരി മറ്റേ പരിപാടിയായി പോയല്ലോടാ. എന്നിട്ട് ആ പെണ്ണും കൊച്ചു എവിടെ? ഞാൻ വഴി കളഞ്ഞിട്ട് പോന്നച്ചാ. നന്നായി. കറവയില്ലാത്ത പശുവിന് എന്തിനാ പുല്ലും പിണ്ണാക്കും കൊടുക്കുന്നത്?
എന്താ ദേവയാനി ഇത്? പായസം. പായസോ? എന്താ ഇവിടെ വിശേഷം? ഇന്നിവിടെ എല്ലാവർക്കും സന്തോഷമുള്ള ദിവസമാണ് ഞാൻ കരുതിയേ. അവൾക്ക് കൊടുക്കണ്ടാടി. പേർഷ്യയിലുള്ള അവളുടെ മുത്തശ്ശൻ ചത്ത ദിവസമായിന്ന്. മഹാഭാവം കാട്ടിയിട്ട് ദൈവം ചോദിക്കും നിങ്ങളോടൊക്കെ. ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? നമുക്കിഷ്ടമില്ലാത്ത ആളെ എന്തിനാ നമ്മുടെ ഇടയില്? എന്റെ സങ്കടം നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിനെ ഹൃദയം എന്നൊരു സാധനം വേണം. ആ ബാലേന്ദ്രനായിരിക്കും. വൈകിട്ടത്തേക്കുള്ള കാഴ്ച സംഘടിപ്പിച്ച് തരാം അയാൾ പറഞ്ഞിരുന്നു. ആ ചെല്ലേ. മോളെ, ഒരു തരത്തിലും ജീവിക്കാൻ നീ എന്നെ സമ്മതിക്കില്ല അല്ലടി? അവൻ ആ പാവം പെങ്കൊച്ചിനെ തല്ലിക്കൊല്ലും. ഇതൊരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കാര്യമാണ്. നമ്മൾ ഇടപെടാൻ പാടില്ല. ഞാൻ ഈ വീടിന്റെ ഏതെങ്കിലും ഒരു കോണില് ആർക്കൊരു ശല്യമാവാതെ കഴിഞ്ഞോളാം. എന്നെ ഇറക്കി വിടല്ലേ വേണേട്ട. അങ്ങനെ കോണിലും മൂലിലൊന്നും കഴിയണ്ട നീ. നിനക്കായി തുറന്നെടുക്കല്ലേ തെരുവ്. നിനക്കൊക്കെ പറ്റിയ സ്ഥലം അതാ. വേണേട്ട, എന്നെ ഇറക്കി വിടല്ലേ വേണേട്ട. വേണേട്ടൻ ഇതെന്താ പെട്ടെന്ന് പറ്റിയത്? അറിയണോടെ നിനക്ക് എന്താ പറ്റിയെന്ന്? നീ എന്താടി വിചാരിച്ച്? ഒരു കൊച്ചിനെയും കെട്ടിയെടുത്തോണ്ട് ഈ പടി കയറി വന്ന നിന്നെ ഞാൻ പട്ടമഹിഷിട്ട് വാഴിക്കാൻ പോവാന്നോ? നിന്നോട് ഇത്തിരി സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിലേ അത് നിന്റെ വീട്ടിലെ സ്വത്ത് കണ്ടുകൊണ്ട് തന്നെയാ. എന്നിട്ട് അവളുടെ അമ്മയുടെ ജീവകാരുണ്യം. അനാഥാശ്രമത്തിലല്ലേ നിന്റെ അമ്മ വീടും ഭൂമി എഴുതി കൊടുത്തേ? സ്വന്തം മോള് തന്നെ അവിടെ അവിടുത്തെ ആദ്യത്തെ അഡ്മിഷൻ. ഇങ്ങോട്ട് വാടി. ദേവയാനി, ചേച്ചി, ചേച്ചി, അയ്യോ പറയുന്ന കേക്ക്. വേണേട്ട, ഞങ്ങളെ ഉപേക്ഷിക്കില്ലേ വേണേട്ട? അച്ഛാ, ഒന്നും ചെയ്യല്ലേ അച്ഛാ. അയ്യോ
ചാവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. പോണം. ഏ? അയ്യോ. ഇമ്മാതിരി കേസൊന്നും എന്റെ വണ്ടി കേട്ടതില്ല. മാറ്, മാറ്, മാറ്. ഇങ്ങോട്ട് മാറങ്ങട്. മാറ്. ഓട്ടോ, ഓട്ടോ, ഓട്ടോ. മോളെ, മോളെ. 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 ഡോക്ടർ, എന്ത് പറ്റി? കുഞ്ഞിനെ ഒന്ന് നോക്കണേ. സിസ്റ്റർ കുഞ്ഞിനെ വെള്ളിലേക്ക് എടുത്ത്. മോളെ, മോളെ. മോളെ ഡോക്ടർ, ഒന്ന് വേഗം നോക്കണേ. എന്ത് പറ്റിയതാ? റോഡിൽ വീണ് തലയിടിച്ചതാ. ഡോക്ടറെ, എന്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? സിസ്റ്റർ ഇവരെ ഒന്ന് പുറത്തു നിർത്ത്. അയ്യോ ഡോക്ടർ, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. ആ കുഞ്ഞിനെയൊക്കെ കാണിക്കാം. ഇപ്പൊ തൽക്കാലം പുറത്ത് നിൽക്കേ. വാ പോ. മോളെ, മോളെ. നടക്ക്. കുഞ്ഞിനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നോളൂ. ഞങ്ങൾ വിളിച്ചാൽ മാത്രം അകത്തേക്ക് വന്നാൽ മതി. ഹായ്. ഹലോ. ബാഡ് ലക്ക്. വിനാശകാലേ വിപരീത ബുദ്ധി നല്ലേ പ്രമാണം ഹരിശങ്കർ സാറേ. എന്റെ അടുത്ത് വിപരീത ബുദ്ധി കാണിച്ചപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ ഹരി സാറിന് വിനാശകാലം തുടങ്ങിയെന്ന്. ആട്ടെ, ഇപ്പോഴാരാ ഹരി സാറിനെ തോപ്പിച്ചത്? ക്യൂനോ അതോ കാർഡ്സിനിടയിൽ ഒളിച്ചിരുന്ന പ്രിൻസോ? പ്ലീസ് ക്ലിയർ ഔട്ട്. എന്തോന്നാ? എഴുന്നേക്കണോ? എന്തോന്നായിരുന്നു സാറേ പ്രശ്നം? എന്റെ പൊന്നു ബാബുവേ, അതെങ്ങനെ ഉറക്കെ പറയാൻ പറ്റത്തില്ല. നാട്ട കേസാ. ഉറക്കെ പറഞ്ഞാലും പതുക്കെ പറഞ്ഞാലും നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. അത് പിന്നെ ഒരു പെണ്ണ് രാത്രിയിൽ ഒരുത്തനെ പുതപ്പിനുള്ളിൽ വിളിച്ചു കയറ്റിയ കഥയാവുമ്പോ നാട്ടുകാർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കില്ലേ? ഒഫീഷ്യൽ പദവിയുടെ ബേർഡനുകളില്ലാതെ നിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കൊന്ന് കിട്ടാൻ നോക്കിയിരിക്കാനുള്ള ഹരിശങ്കർ. വിടുകയറി നാണക്കണം. ഇങ്ങനെ നാട്ടുകാരുടെ മുഴുവൻ കഴുത്തിൽ പിടിക്കുന്നതിലും ഭേദം വീട്ടിലുള്ളവരുടെ കഴുത്തങ്ങ് ഇരിക്കുന്നതാ. നക്ഷത്ര വേശ്യാല എന്നൊക്കെ പറഞ്ഞ് പണ്ടെന്നെ കുടിക്കതാ ഈ മാന്യൻ. അന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടും ഇയാള് കേട്ടില്ല. വാടാ ബാബു, ഇയാൾക്ക് ഇന്നത്തേക്ക് ഇത് മതി. ചെയ്തെടുത്തോളം സഹായമൊക്കെ മതി മനസ്സാ. ഏട്ടാ, ഒരു ബ്ലാക്ക് മാർക്കും ഉണ്ടായിട്ടില്ല ഹരിശങ്കറിന്റെ 1.5 പതിറ്റാണ്ട് സർവീസ് കാലത്തിനിടയിൽ. കഴിവ് കെട്ടവനാണെന്ന് ആരെക്കൊണ്ടും പറയിപ്പിക്കാൻ അവസരം കൊടുത്തിട്ടുമില്ല. അതേ ഹരിശങ്കറിന് എവിടെയെങ്കിലും തല കുനിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഫാമിലിയുടെ പേരിൽ മാത്രമാണ്. നിയന്ത്രിക്കാൻ കഴിവില്ലതിനല്ല, നിയന്ത്രിക്കേണ്ടവരോടുള്ള സ്നേഹം കൂടിപ്പോയതാ ഹരിശങ്കറിനെ ഈ അവസ്ഥയിലാക്കിയത്. ഏട്ടൻ വാരിക്കോരി തന്ന സ്നേഹം മാത്രമാ. അനിയത്തി തിരിച്ചു തന്നതോ ഹൈ ക്ലാസ് ക്ലബുകളിലും അൺഒഫീഷ്യൽ ഗെറ്റ് ടുഗദറുകളിലും ഏട്ടന് തല കുനിച്ചു നിൽക്കാൻ പാകത്തിലുള്ള ഒരു ഒളിസംഗമത്തിന്റെ കഥയും. നന്നായി മോളെ, വളരെ നന്നായി.
വേണ്ട, കിടന്നോളൂ. കുഴപ്പം വല്ലതും ഉണ്ടോ ഡോക്ടറെ? ശ്വാസം വലിച്ചേ. കുഴപ്പം എന്തെങ്കിലും? നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടായി കാണണോ? ആ, കേസ് ഷീറ്റിംഗ് എടുക്ക. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ പുക വലിച്ചു കയറ്റുന്നത് നിർത്തിയാ മതി. വേറെ എന്ത് വേണേ പറഞ്ഞു, അത് മാത്രം ഇവൻ കേക്കത്തില്ല. എങ്കിലും നീ അധികകാലം വലിക്കേണ്ടി വരില്ല. അല്ല, ശ്വാസം മുട്ടലിന് കുറവുണ്ടോ? ഒരു കുറവുമില്ല ഡോക്ടറെ. രാത്രി മുഴുവൻ ഏങ്ങിയുള്ള വലിയായിരുന്നു. അതിന്റെ കൂടെ ചീവീട് പോലൊരു കൊച്ചിന്റെ കീറലും. കൊച്ചോ? ആ, രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ദേ കിടക്കുന്നു. ഇവരെപ്പോഴാ വന്നത്? ഇന്നലെ രാത്രിയില്ല. എവിടെയോ വീണെന്നൊക്കെ പറയുന്നത് കേട്ടു. ദരിദ്രവാസികളാ. കയ്യിൽ 10 പൈസ എടുക്കാനില്ല. ആ കൊച്ചാണെങ്കിൽ വിശക്കുന്നെന്നും പറഞ്ഞ് എപ്പോഴും കീറ്റല. ഹലോ മനസ, നിനക്ക് എന്തു പറ്റി? രാവിലെ മുതൽ ഞാൻ വിളിക്കുക. നീ എന്താ കോൾ അറ്റൻഡ് ചെയ്യാത്തെ? എന്തിനാ നീ വിളിച്ചത്? നീ മറന്നോ? ഇന്നല്ലേ അശ്വതിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ. ഓ, എന്താടി ഒരു താല്പര്യം ഇല്ലാത്ത പോലെ? ഒരു മൂഡില്ലടി. മൂഡില്ലെന്നോ? ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര മാസം മുമ്പ് പ്ലാൻ ചെയ്തതാ. അതന്നല്ലേ? ഇത് ഇന്നല്ലേ? അടിച്ച് നിന്റെ ചെവിക്കുറ്റി പൊട്ടിക്കും ഞാൻ. ഞാനിപ്പോ എന്താ വേണ്ടത്? ഷാർപ്പ് 6:30 സ്പോട്ടിൽ ഉണ്ടാവണം നീ. ഇല്ലെങ്കിൽ സ്ഥല SP-യുടെ കുഞ്ഞനിയത്തിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. അറസ്റ്റും ക്യാപിറ്റൽ പണിഷ്മെന്റും ഉറപ്പാ. ഓക്കെ ഡി, ഞാൻ എത്തിക്കൊള്ളാം. ഓ, നീയാണോ? എന്തു പറ്റിയേട്ടാ? അയ്യോ ഏട്ടാ, അയ്യോ ഏട്ടാ, എന്തു പറ്റിയേട്ടാ? ഏയ്, സാരമില്ല. ഏട്ടാ സൂക്ഷിച്ച്. അപ്പൊ മോളെവിടെ? മോൾ എന്റെ റൂമിലുണ്ട്. കഥ കേട്ട് അവളങ്ങ് ഉറങ്ങിപ്പോയി. നന്നായി, അവളെങ്കിലും ഉറങ്ങട്ടെ.
ഒന്നും അറിയാതെ. എന്തു പറ്റി ഹരിയേട്ടാ? ആ, നിനക്കറിയോ, ഹരിശങ്കർ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവനല്ല. ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാ ഇവിടെ വരെ എത്തിയത്. തളർന്നു പോയിട്ടുണ്ട് പലപ്പോഴും, പക്ഷേ വീണു പോയിട്ടില്ല. എന്നാൽ ഇപ്പോ ഐ ആം എ സെൽഫ് മെയ്ഡ് മാൻ. അതുകൊണ്ട് തന്നെ ശത്രുക്കളും നിരവധിയാ. പണക്കൊഴുപ്പിന്റെയും ബന്ധുബലത്തിന്റെയും അകമ്പടിയൊന്നും ഇല്ലാതെ ഹരിശങ്കർ നിവർന്നു നിന്നപ്പോ കണ്ടു നിന്നവർക്ക് തോന്നിയത് ആദരവല്ല, അസൂയ, പച്ചയായ അസൂയ. അതുകൊണ്ട് തന്നെ ഹരിശങ്കറിന്റെ വീഴ്ച കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക ഒരുപാട് പേര്. സന്തോഷിക്കട്ടെ, അവരെല്ലാം സന്തോഷിക്കട്ടെ. എന്റെ ഏട്ടനൊന്നും പറ്റില്ല. ഏട്ടനെന്നും എല്ലാവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും. ഭർത്താവിന്റെ കണ്ണൊന്ന് നനയുമ്പോ അത് തുടച്ചു കൊടുക്കേണ്ടവളാ ഭാര്യ. മറ്റൊരു വിധത്തിൽ പറഞ്ഞ ആ നെഞ്ച് നോവാതെ കാക്കേണ്ടവൾ. എനിക്കുണ്ട് ഒരു ഭാര്യ. എന്റെ 2 കൃഷ്ണമണികൾ പോലെയാ ഞാൻ എൻ്റെ അനിയത്തിമാരെ കണ്ടത്. അതില് ഒരാളാ എന്റെ നെഞ്ചിലേക്ക് കടാര കുത്തി ഇറക്കിയത്. ഇനി നീയും കരുതി വെച്ചിട്ടുണ്ടോ മോളെ, ആരും കാണാതെ അദൃശ്യമായ ഒരു കടാര ഈ ഏട്ടന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കാൻ? നീ കേട്ടിട്ടുണ്ടോ ചാർലി ചാപ്പിളിനെ കുറിച്ച്? ലോകത്തെ മുഴുവൻ ചിരിപ്പിക്കുമ്പോഴും ഹൃദയത്തിൽ ആർത്ത് കരയായിരുന്നു അയാൾ. അതായിരുന്നു അയാളുടെ കുടുംബം. പുള്ളിക്കാരൻ്റെ ഒരു ഫേമസ് കൊട്ടേഷൻ ഉണ്ട്: ഐ ലൈക്ക് ടു വാക്ക് ഇൻ റെയിൻ, then nobody can see me crying. കവിളത്തെ കണ്ണീര് ആരും കാണാതിരിക്കാൻ മഴയത്ത് നടക്കാനാ ഇഷ്ടമെന്ന്. അതാണ് ചാർലി ചാപ്ലിൻ. ഇപ്പോ ഹരിശങ്കറിന് ചുറ്റും പെരുമഴയാ, പെരുമഴ. ചങ്കുപൊട്ടി വന്നതാണേലും അതിനിടയിൽ ഈ 2 തുള്ളി കണ്ണീരിന് എന്താ വില? ഹരിയേട്ടാ, my bedroom. ചേച്ചി ഇറങ്ങി പോടി. അയ്യോ ചേച്ചി, ചേച്ചി വീണ്ടും ഞാനൊന്ന് പറയട്ടെ. അയ്യോ എന്തോ ചേച്ചി, ചോദിച്ചു നോക്ക്. എന്താടി, എന്തു പറ്റി? എനിക്കറിയാൻ വയ്യ മനസ്സ്. അറിയാൻ വയ്യെന്നോ? പല തവണ നിനക്ക് ഞാൻ മുന്നറിയിപ്പ് തന്നതാ, പരിധി വിട്ട് പെരുമാറരുതെന്ന്. ഈ അടി നീ ചോദിച്ചു വാങ്ങിയതാ. മൈനെ അടിച്ചെന്നോ? അതെ, അടിച്ചു. തല
തല്ലേണ്ട പ്രായത്തിൽ നിന്നെയൊക്കെ തല്ലി വളർത്താൻ ആരും ഉണ്ടായില്ല. അന്ന് അവരത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്കിത് ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഛെ, ഒരു നിയന്ത്രണം ഇല്ലാത്ത കാട്ടുകുതിരയെ പോലെ ആവരുത് പെണ്ണുങ്ങൾ വളരുന്നത്. ഗൗരി ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? ആരെങ്കിലും ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരുത്തനെ ബെഡ്റൂമിൽ വിളിച്ചു കയറ്റി പാർപ്പിക്കില്ലായിരുന്നു. ഇവള് വല്ലവരുടെയും ബെഡ്റൂമിലേക്ക് വലിഞ്ഞു കയറുകയും ചെയ്യില്ലായിരുന്നു. എന്താ അർജുനേട്ടൻ അമ്പലത്തിലേക്ക് ഒന്ന് കയറിയ? ഞങ്ങള് തമ്മിൽ അത്ര രസത്തിലല്ല മോളെ. ആര് തമ്മിൽ? ഞാനും ഭഗവാനും തമ്മില്. എന്റെ കൃഷ്ണ, ഇങ്ങനെയൊക്കെയാണോ പറയാ? പുള്ളിക്കാരന് കുഴപ്പമില്ല, പിന്നെയാണ് നിനക്ക്. അങ്ങനെയൊന്നും പറയല്ലേ അർജുനേട്ടാ, ദോഷം വരും. ഏയ് കൈ വിട് അർജുനേട്ടാ. ശരി, നീ തൊട്ടതല്ലേ, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ നീ? എന്താ പ്രാർത്ഥിക്കാറ്? അർജുനേട്ടൻ എന്ന് സമാധാനമായും സുഖമായും സന്തോഷമായിട്ട് ഇരിക്കണേന്ന്, കാലിൽ ഒരു മുള്ളു പോലും കൊള്ളിക്കല്ലേന്ന്. പത്ത് 16 വയസ്സായ പെൺകുട്ടിക്ക് ഈ വീട് സുരക്ഷിതമല്ലെന്ന് തോന്നാൻ എന്താ കാരണം? അമ്പിക എങ്ങോട്ടാ? ഞാൻ കയറ് കയറ്, വാ. നമ്മളിപ്പോ ഇരിക്കുന്ന ഈ വാഹനത്തിന്റെ കാര്യം അറിയോ അമ്പേക്ക്? താക്കോലിടുന്ന് തിരിച്ചാൽ അത് സ്റ്റാർട്ടാകും. ഗിയറിട്ട് ആക്സിലേറ്റർ ചവിട്ടിയാൽ മുന്നോട്ട് നീങ്ങും. ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കും. അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. കാരണം ഇതൊരു യന്ത്രമാ. മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല. അവന്റെ മനസ്സ് തുറക്കുന്ന താക്കോൽ ദൈവത്തിന്റെ കൈ പോലും ഇല്ല. വേണുഗോപനെ കൊണ്ട് അംബികയുടെ കഴുത്തിൽ താലി കെട്ടിച്ചപ്പോ ഒരംഗം ജയിച്ച സംതൃപ്തി ഉണ്ടായിരുന്നു പല മുഖങ്ങളിലും. അതൊന്നും അധികം നിലനിൽക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. കാരണം
ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ അവർക്കിടയിൽ മറ്റാരും ഉണ്ടാവില്ല, സ്വന്തം കുഞ്ഞു പോലും. അതൊന്നും അധികം നിലനിൽക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. കാരണം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ അവർക്കിടയിൽ മറ്റാരും ഉണ്ടാവില്ല, സ്വന്തം കുഞ്ഞു പോലും. എനിക്കൊന്നും അറിയില്ല ചേച്ചി. ഇപ്പൊ പോകുന്ന വഴി തന്നെ ശരിയാണോന്ന് എനിക്കറിയില്ല. എന്റെ മുന്നിൽ ഇരുട്ട് മാത്രം ഇപ്പോ. ഇറങ്ങ. എന്തുപറ്റി ഗൗരി ചേച്ചി? എന്തുപറ്റി ചേച്ചി? അംബിക എന്താ വല്ലാതെ? മോളുടെ നെറ്റിയിൽ ഇതെന്ത് പറ്റി? നീയൊക്കെ കൂടി ഈ കുഞ്ഞിനൊരു അച്ഛനുണ്ടാക്കി കൊടുത്തില്ലേ? ആ അച്ഛൻ കൊടുത്ത സമ്മാനോ മെഡൽ പോലെ ആ നെറ്റിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. വേണുഗോപൻ ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചെന്നോ? പിന്നെ നീ എന്താ കരുതിയത്? അംബികയും കുഞ്ഞും അരവിന്ദാക്ഷന്റെ വീട്ടിൽ റോയൽ ലൈഫ് ആസ്വദിക്കുകയാണെന്നോ? ഒരു കല്യാണം കഴിഞ്ഞിട്ട് ശുഭം എന്ന് എഴുതി കാണിച്ച് പിരിയാൻ ഇത് സിനിമയല്ല, ജീവിതമാ ജീവിതം. ഇവിടെ വിവാഹത്തിന് മുമ്പല്ല, വിവാഹത്തിന് ശേഷമാ കഥ മുഴുവൻ കിടക്കുന്നത്. വളച്ചു കെട്ടാതെ നീ കാര്യം പറ ഗൗരി. സൊല്യൂഷൻ ഇല്ലാതെ ഒരു പ്രശ്നമുണ്ടോ? എന്നാൽ ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരണം SP സർ. അംബികയും കുഞ്ഞിനെയും വേണുഗോപൻ അടിച്ച് വീടിന് പുറത്താക്കി. ഭാര്യയോടുള്ള സ്നേഹം കൂടിയപ്പോ കുത്തിപ്പിടിച്ചത് കഴുത്തിന്. ആ സ്നേഹപ്രകടനത്തിൽ റോഡിൽ വീണുപോയതാ രണ്ടുപേരും. കല്ലിൽ തലയിടിച്ചു വീണ കുഞ്ഞിനെ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് ഈ രൂപത്തിലെങ്കിലും തിരിച്ചു കിട്ടി. അതാണോ പ്രശ്നം? അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ഈ ഹരിശങ്കറിന് 15 മിനിറ്റ്സ് തികച്ചു വേണ്ട. അവിവേകം ഒന്നും കാട്ടണ്ട ഹരി. ഹരിയുടെ നമ്പറിന്ന് പോലീസ് സ്റ്റേഷനിലേക്കോ വനിതാ കമ്മീഷനിലേക്കോ ഒരു കോള് പോയാൽ തീരുന്നതല്ല ഈ പ്രശ്നം. ആദ്യത്തെ ബഹളവും പത്രക്കാരുടെ ശുഷ്കാന്തിയും ഒക്കെ അടങ്ങുമ്പോ നഷ്ടം പെണ്ണിന് തന്നെയാ. അങ്ങനെ വിടാവോ ചേച്ചി ഇതൊക്കെ? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സേ? നീ ചെയ്തു വെച്ചതിന്റെ ബാക്കിയല്ലേ ജീവിക്കുന്ന ചിത്രങ്ങളായി നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഗൗരിക്ക് തെറ്റി. അങ്ങനെ ഓരോരുത്തരും വിട്ടുകൊടുക്കുമ്പോഴാ ഇതുപോലത്തെ ഇൻസിഡൻസ് പെരുകുന്നത്. നമുക്ക് ഈ ലോകം മുഴുവൻ നന്നാക്കാനൊന്നും പറ്റില്ല ഹരി. നമ്മുടെ കുടുംബവും അതിനു ചുറ്റുമുള്ള ഇത്തിരി വട്ടവും അത്രയൊക്കെ പറ്റൂ. അതിൽ കൂടുതൽ ഭാരമൊക്കെ തോളത്തെടുത്തു വച്ചാൽ ടോട്ടൽ ഫെയിലിയർ ആയിരിക്കും സംഭവിക്കുക. ഒരു കുടുംബജീവിതം തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ നിനക്കറിയില്ലായിരിക്കാം, പോലീസിനും പട്ടാളത്തിനും ഒന്നും ഭീഷണി കൊണ്ട് തുറക്കാൻ പറ്റാത്ത ഒരു പൂട്ട ഹൃദയത്തിൻ്റെത്. പിന്നെ സ്നേഹമാണെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കും തോറും നമ്മളിൽ നിന്നും അകന്നുകൊണ്ടേയിരിക്കും. നിനക്കറിയില്ലെങ്കിലും നിന്റെ ഏട്ടനത് നന്നായിട്ട് അറിയാം. കളി തുടങ്ങി വെച്ചത് നിങ്ങളൊക്കെ കൂടിയാണെങ്കിലും ഇപ്പൊ പന്ത് എന്റെ കോർട്ടില്ല. കളപ്പുരയ്ക്കൽ ഗൗരിയുടെ ബന്ധുവാകേണ്ട ആൾ കുഞ്ഞിന് പാല് വാങ്ങാനോ ഉടുതുണിക്കോ മറുതുണിക്കോ ഗതിയില്ലാതെ തെരുവിൽ അലഞ്ഞു നടക്കേണ്ടി വരില്ല. അംബികയും കുഞ്ഞും ഇവിടെ താമസിക്കും, അവർക്കിഷ്ടമുള്ള കാലത്തോളം.